റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സെയ്ദ് ബിൻ ഹാരിസയും ആ വഴി പ്രവേശിച്ച സന്ദർഭത്തിൽ അവർ അതിക്രൂരമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സെയ്ദ് ബിൻ ഹാരിസയുടെയും ശരീരത്തിലേക്ക് അവർ കല്ലുകൾ എറിയാൻ തുടങ്ങി. കല്ലുകൾ എറിയും തെറിവിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉദ്ധരണിയിൽ കാണാൻ സാധിക്കും, റസൂലുള്ളാഹിന്റെ കാലിനെ ലക്ഷ്യമാക്കിയിട്ടാണ് അവർ കാര്യമായിട്ട് എറിഞ്ഞത്. റസൂലുള്ളാഹിന്റെ പവിത്രമായിട്ടുള്ള ആ പാദങ്ങൾ പൊട്ടി രക്തം ധാരയായിട്ട് ഒഴുകുകയാണ്. പല സന്ദർഭത്തിലും കൂടെ ഉണ്ടായിരുന്ന സെയ്ദ് ബിൻ ഹാരിസ ഏറ് തടുക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ തലക്ക് ഏറുകൊണ്ട് അദ്ദേഹത്തിന്റെ തല പൊട്ടി രക്തം ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ നടക്കുന്ന ആ വഴിയിലുടനീളം കല്ലുമായിട്ട് ഈ റൗഡിക്കൂട്ടം അവരെ പിന്തുടരുന്നുണ്ട്. അവർ എറിഞ്ഞു ഓടിക്കാണ്. സ്വഹീൽ ബുഖാരിയിലുള്ള ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ എന്നുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖർനു സഅലിബ് അല്ലെങ്കിൽ ഖർനുൽ മനാസിൽ എന്നറിയപ്പെടുന്ന ആ സ്ഥലത്ത് അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് ശരിയാവണ്ണം ബോധം വീണത്. അതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു അബോധാവസ്ഥയിൽ അവർ ഓടുകയായിരുന്നു. അതായത് ഈ ഖർനുൽ മനാസിൽ എന്ന ത്വായിഫിനപ്പുറം ഏകദേശം 8-10 കിലോമീറ്റർ അപ്പുറം അകലെയുള്ള സ്ഥലമാണ്. അതുവരെ അവർ ആ ഏറും കൊണ്ട് അവർ ഓടി എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ക്ഷീണിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ പരിശുദ്ധ പാദങ്ങളിൽ നിന്നും രക്തം ധാരയായിട്ട് ഒഴുകുകയാണ്. അദ്ദേഹത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാദങ്ങൾ, അതായത് ചെരുപ്പുകളെല്ലാം രക്തത്തിൽ കുതിർന്നിരുന്നു ആ ഒരു സന്ദർഭത്തിൽ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ഒരു തോട്ടത്തിനരികിൽ, തോട്ടത്തിന്റെ ബൗണ്ടറിക്ക് അരികിൽ ഒരു വൃക്ഷം ഉണ്ടായിരുന്നു. ആ വൃക്ഷത്തിന് താഴെ വിശ്രമിക്കാനിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ആ ബുഖാരി ഹദീസ് ആരംഭിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ചോദ്യത്തോടു കൂടിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ഉഹുദിനേക്കാൾ പ്രയാസകരമായിട്ടൊരു ദിനം താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതെ, ഉഹുദിനേക്കാൾ എനിക്ക് പ്രയാസകരമായിട്ടുള്ള ദിനം അത് ത്വായിഫിലായിരുന്നു. കാരണം ഉഹുദ് ശാരീരിക മുറിവുകളാണ് റസൂലുള്ളാഹിനെ ഏൽപ്പിച്ചതെങ്കിൽ ത്വായിഫ് റസൂലുള്ളാഹിനെ ഏൽപ്പിച്ചത് മനസ്സിനും ശരീരത്തിനും ത്വായിഫിൽ റസൂലുള്ളാഹിക്ക് മുറിവേൽക്കേണ്ടി വന്നു. ആ ഒരു അവസ്ഥയിലും, അതായത് ആ രക്തം ഒലിക്കുന്ന അവസ്ഥയിൽ അത്യധികം ക്ഷീണിതനായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തിയ ആ സാഹചര്യത്തിന്റെ, ആ സന്ദർഭത്തിന്റെ കാഠിന്യം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ദിനമെന്ന് പിൻകാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശേഷിപ്പിക്കപ്പെട്ട ദിനം. സ്വന്തം അനുയായികൾ തന്നെ ആട്ടി ഓടിച്ച് അവസാനം അഭയം നൽകുന്നുള്ള പ്രതീക്ഷയിൽ ത്വായിഫിലേക്ക് കയറി ചെന്ന സന്ദർഭത്തിൽ അവർ വാക്കുകൾ കൊണ്ട് അപമാനിക്കുക മാത്രമല്ല, ശാരീരികമായിട്ട് അവർ ഈ രൂപത്തിൽ ഉപദ്രവിച്ചിരിക്കുകയാണ്. ആ ഉപദ്രവങ്ങളുടെ പാടുകൾ ആ സന്ദർഭത്തിലും ശരീരത്തിലുണ്ട്. അതേപോലെ തന്നെ അവർ പറയപ്പെട്ട വാക്കുകൾ ആ സന്ദർഭത്തിലും റസൂലുള്ളാഹിന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങോട്ടാണ് പോവുക? മക്കയിൽ തീർച്ചയായിട്ടും ഈ വരവിനെ സംബന്ധിച്ചുള്ള വാർത്ത അവർക്ക് ലഭിച്ചിട്ടുണ്ടാകും. ത്വായിഫിലേക്കാണെങ്കിലും മടങ്ങിപ്പോകാനും പറ്റാത്ത വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥ. ആ അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തുകയാണ്. നമുക്കറിയാം, എല്ലാ വാതിലുകളും മുമ്പിൽ അടയപ്പെടുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാതിലുകൾ തുറന്നു വെച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മുമ്പിൽ തന്റെ നിസ്സഹായ അവസ്ഥ തുറന്നു പറയുകയാണ്. അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ വികാര നിർഭരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. സീറ ഗ്രന്ഥങ്ങളിലെല്ലാം ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. ആ പ്രാർത്ഥന ഏതൊരു വിശ്വാസിയെയും കണ്ണ് നനയിപ്പിക്കുന്ന, റസൂലുള്ളാഹിന്റെ ഹൃദയം തുറന്നു വെക്കുന്ന, റസൂലുള്ളാഹിന്റെ ഹൃദയവേദനകൾ ആ പ്രാർത്ഥനയിൽ ഉടനീളം പ്രതിഫലിക്കുന്ന രൂപത്തിലുള്ള അതിമനോഹരമായിട്ടുള്ള പ്രാർത്ഥന. റസൂലുള്ളാഹി കൈ ഉയർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അശ്കു ഇലൈക ദഅഫ ഖുവ്വതി വഖില്ലത ഹീലതി വഹവാനി അലൻ നാസി യാ അർഹമർ റഹീമീൻ. റസൂലുള്ളാഹി പറയാൻ, ഓ അല്ലാഹ്, എന്റെ ബലഹീനതകളെക്കുറിച്ച്, എന്റെ ദൗർബല്യത്തെക്കുറിച്ചും, അതേപോലെ തന്നെ വഖില്ലത ഹീലതി, എന്റെ തന്ത്രക്കുറവുകളെ സംബന്ധിച്ചും, അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ ഞാൻ അപമാനിതനായി പോകുന്നതിനെക്കുറിച്ചും കാരുണ്യവാനായിട്ടുള്ള അല്ലാഹ്, ഞാൻ നിന്നോട് അശ്കു ഇലേക്ക് പരാതി ബോധിപ്പിക്കുകയാണ്. ഞാൻ നിന്നോട് ആവലാതി പറയുകയാണ്. അതിനുശേഷം അൻത റബ്ബുൽ മുസ്തദഇഫീൻ, ഓ റബ്ബേ, നീ ദുർബലരുടെ നാഥനാണ്. നീ ദുർബലരുടെ നാഥനാണ്. അൻത റബ്ബി, നീ എന്റെ നാഥൻ കൂടെയാണ്. നീ ദുർബലരുടെയും എന്റെയും നാഥനാണ്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, ഇലാമൻ തകിലുനി, നീ എന്നെ ആർക്കാണ്, ആരുടെ കയ്യിലേക്കാണ് നീ എന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുന്നത്? ഇലാ ബഈദിൻ യതജഹമുനി, എന്നെ പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഈ അപരിചിതരായിട്ടുള്ള ജനതയിലേക്കാണോ നീ എന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുന്നത്? അതല്ലെങ്കിൽ അം ഇലാ അദുബിൻ മല്ലക്തഹു അംരി, അതല്ലെങ്കിൽ എന്റെ മീതെ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള എന്റെ ശത്രുവിലേക്കാണോ നീ എന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുന്നത്? അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫ് അപരിചിതരായിട്ടുള്ള ത്വായിഫുകാർ റസൂലുള്ളാഹിനെ ആട്ടി ഓടിച്ച് ഉപദ്രവിച്ചു. അതേ സന്ദർഭത്തിൽ മക്കയിലുള്ള അടുത്ത ബന്ധുക്കൾ, ആ ബന്ധുക്കൾക്ക് റസൂലുള്ളാഹിന്റെ മീതെയുള്ള ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവരും റസൂലുള്ളാഹിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഇലാമൻ തക്കിലുനി, നീ എന്നെ ആർക്കാണ് വിട്ടുകൊടുക്കാൻ പോകുന്നത്? അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ചില വാക്കുകൾ, അതാണ് ആ ദുആയുടെ മർമ്മം. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലം യകുൻ ബിക അളബുൻ അലിയ ഫലാ ഉബാലി, ഓ റബ്ബേ, ഓ നാഥാ, നിനക്ക് എന്നോട് കോപമില്ലെങ്കിൽ എനിക്ക് ഇതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഞാനിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളൊന്നും എനിക്ക് യാതൊരു പ്രയാസവുമില്ല, നിനക്ക് എന്നോട് കോപമില്ലെങ്കിൽ. വലാകിന്ന ആഫിയതക ഹിയ ഔസഉലി, റസൂലുള്ളാഹി പറയാൻ, അങ്ങനെയാണെങ്കിലും നീ നൽകുന്ന ആശ്വാസം, നീ നൽകുന്ന സഹായം, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും വിശാലമായിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വാഴ്ത്തിക്കൊണ്ട്, ആ പ്രാർത്ഥനയുടെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വാഴ്ത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഊദു ബിനൂരി വജ്ഹിക്കല്ലദീ അശ്റഖത് ലഹു ദുലുമാത് വസലഹ അലൈഹി അംറു ദുനിയ വൽ ആഖിറ മിൻ അൻ യുൻസില ബി ഖളബുക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നിന്റെ കോപം, നിന്റെ ഖളബ്, നിന്റെ കോപം എന്റെ മീതെ വന്നു ഭവിക്കുന്നതിൽ നിന്നും,
എല്ലാ അന്ധകാരങ്ങളും, പ്രപഞ്ചത്തിലുള്ള എല്ലാ അന്ധകാരങ്ങളെയും പ്രകാശിതമാക്കുന്ന, അല്ലെങ്കിൽ ഐഹികവും പാരത്രികവുമായിട്ടുള്ള മൊത്തം കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന, ശരിയാക്കുകയും ചെയ്യുന്ന നിന്റെ ആ മുഖദീപ്തിയിൽ, നിന്റെ ആ വദനദീപ്തിയിൽ ഞാൻ അഭയം തേടുകയാണ്. അഊദു ബിനൂരി വജ്ഹിക്കല്ലദീ അശ്റഖത് ലഹു ദുലുമാത്. സുബ്ഹാനല്ലാഹ്, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, അതിൽ ഞാൻ അഭയം തേടുകയാണ്. അതിനുശേഷം ലക്കൽ ഉത്ബാ ഹത്താ തുർദാ, നീ തൃപ്തനാകുവോളം നിനക്ക് എന്നെ ആക്ഷേപിക്കാം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിന്റെ മാർഗത്തിൽ ത്യാഗം സഹിക്കൽ, അല്ലെങ്കിൽ നിന്റെ മാർഗത്തിൽ കഷ്ടപ്പെടൽ, അത് നീ സംതൃപ്തനാണെങ്കിൽ എനിക്കതിലൊരു പ്രശ്നമില്ല. നീ സംതൃപ്തനാകുന്നത് വരെ നിനക്ക് നിന്റെ മാർഗത്തിൽ ത്യാഗം സഹിക്കൽ എന്റെ കടമയാണ്. വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബിക്, അതല്ലാതെ മറ്റൊരു കഴിവും ശക്തിയും എനിക്ക് ഇവിടെ നിന്ന് ലഭിക്കാനില്ല. എല്ലാ കഴിവും ശക്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നീ മാത്രം ഉടമപ്പെടുത്തുന്നതാണ്. ഇതേ രൂപത്തിൽ എല്ലാ വാതിലുകളും അടയപ്പെടുന്ന സാഹചര്യം വിശ്വാസികൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് കടന്നു വരും. ലോകത്തുടനീളമുള്ള വിശ്വാസികൾക്കും പ്രബോധകർക്കും ഇതേ രൂപത്തിൽ സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. ആ സന്ദർഭത്തിൽ നമുക്കുള്ള മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിത്തന്ന മാതൃക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൈ ഉയർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ്, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, പ്രാർത്ഥന വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമാണെന്ന് റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. ശത്രുക്കൾക്കെതിരെ നമുക്ക് പ്രയോഗിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം അത് തോക്കോ അല്ലെങ്കിൽ ഇതേ രൂപത്തിലുള്ള ഭീകര അതൊന്നുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം, അവർക്ക് ഒരിക്കലും തകർക്കപ്പെടാൻ സാധിക്കാത്ത നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം എന്നുള്ളത് ദുആ ആണ്, പ്രാർത്ഥനയാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധി അനുഭവിക്കപ്പെട്ട ആ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തെടുക്കുന്നത്. റസൂലുള്ളാഹിനെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് ശരീരത്തിലേറ്റ മുറിവുകളോ അവര് മനസ്സിനെ വ്രണപ്പെടുന്ന രൂപത്തിലുള്ള അവരുടെ സംസാരങ്ങളോ ഒന്നുമല്ല. അതിനേക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിർത്തി പിടിച്ചു പറ്റുന്ന വല്ലതും വല്ല വീഴ്ചയും തന്നിൽ നിന്നും വന്നു പോകുന്നുണ്ടോ എന്നുള്ള ഭയാണ്. അത് മൂലമാണോ ഇതെല്ലാം സംഭവിക്കുന്നതെന്നുള്ള റസൂലുള്ളാഹിന്റെ ആദി. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫലാ ഉബാലി. ഇത് കേവലം പരീക്ഷണമാണെങ്കിൽ തീർച്ചയായിട്ടും റസൂലുള്ളാഹി, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം കാരണമല്ല ഇത് ഭവിക്കുന്നതെങ്കിൽ ഫലാ ഉബാലി, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പ്രാർത്ഥനയുടെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവും അതേപോലെ തന്നെ ശക്തിയും അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്. ആ ഒരു പദത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ കൻസുമിൻ കനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിലെ നിധി എന്നെല്ലാം സൂചിപ്പിക്കപ്പെട്ട ആ പദം ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്, ആ പദങ്ങളിലൂടെയാണ് ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി ആ സന്ദർഭത്തിൽ ഇരിക്കുന്ന ആ തോട്ടം മക്കയിലുള്ള ഒരു വലിയ ഖുറൈശി പ്രമാണിയുടെ തോട്ടായിരുന്നു. ആ തോട്ടം മക്കയിലുള്ള ഉത്ബയുടെയും ഉത്ബത്തുബ്നു റബീഅ, ശൈബത്തുബ്നു റബീഅ, നേരത്തെ ഞാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം എതിർത്ത പ്രവാചകന്റെ രണ്ട് ശത്രുക്കളാണ്. അവരുടേതാണ് തോട്ടം. ആ സന്ദർഭത്തിൽ അവർ ആ തോട്ടത്തിലുണ്ടായിരുന്നു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെ നിന്നും ആ ഏറെല്ലാം ഏറ്റുവാങ്ങി ഓടി വരുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുന്നതും അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതെല്ലാം ആ തോട്ടത്തിൽ നിന്നും രഹസ്യമായിട്ട് ഉത്ബയും ശൈബയും അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് ഖുറൈശിയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നാട്ടുകാരനാണ്. അപ്പൊ ശത്രുവാണെങ്കിലും റസൂലുള്ളാഹിന്റെ അവസ്ഥയിൽ ശത്രുവിന് പോലും ആ മനസ്സ് വേദനിക്കാണ്, അവരുടെ മനസ്സലിയാണ്. അവരുടനെ തന്നെ തങ്ങളുടെ, അതായത് ആ തോട്ടത്തിനെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ക്രൈസ്തവനായിട്ടുള്ള ഒരു അടിമ, ആ തോട്ടം പണിക്കാരനുണ്ട്, അദ്ദേഹത്തെ വിളിച്ച്, അദ്ദേഹത്തിന്റെ പേര് ചരിത്ര ഗ്രന്ഥങ്ങൾക്ക് അദ്ദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ആ ദൂരെ ഇരിക്കുന്ന ആ വ്യക്തിക്ക് നീ കൊണ്ടുപോയിട്ട് ഈ ഭക്ഷണം കൊടുക്കണം. അതിനുശേഷം ഒരു കിണ്ണത്തിൽ, ഒരു പാത്രത്തിൽ നിരവധി മുന്തിരി പറിച്ചുകൊണ്ട് ആ പാത്രത്തിൽ ഇട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആ ഇരിക്കുന്ന വ്യക്തിക്ക് അത് കൊണ്ടുപോയി കൊടുക്കണം. അദ്ദാസ് ആ പാത്രവുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് നടന്നു വരികയാണ്. റസൂലുള്ളാഹിന്റെ അടുത്തെത്തിയ സന്ദർഭത്തിൽ അദ്ദാസ് തന്റെ യജമാന്മാരെ ഏൽപ്പിച്ച ആ മുന്തിരിപ്പാത്രം റസൂലുള്ളാഹിന്റെ നേരെ നീട്ടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സന്തോഷത്തോടു കൂടെ അത് സ്വീകരിച്ചു. ചിന്തിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൈ ഉയർത്തി പ്രാർത്ഥിച്ച ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സഹായം, ആദ്യം വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലും ആ മദിയൻ താഴ്വരയിൽ നിസ്സഹായ അവസ്ഥയിൽ ആ മരത്തണലിൽ ഇരുന്നുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൈ ഉയർത്തിയ ഉടനെ തന്നെ ഫജാഅത്ത് ഇഹ്ദാഹുമാ തംശി അലാ ഇസ്തഹിയ, സൂറത്തുൽ ഖസസ്, ഒരു സ്ത്രീ ആ സഹായ ഹസ്തവുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ മുന്തിരിപാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച സന്ദർഭത്തിൽ അദ്ദാസ് ഇങ്ങനെ കൗതുകത്തോടു കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി അടുത്ത് നിൽക്കുന്നുണ്ട്. റസൂലുള്ളാഹി അതിൽ നിന്നും ഒരു മുന്തിരി എടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തന്റെ വായിലേക്ക് ഇട്ടു. അത് കണ്ട ഉടനെ തന്നെ നമ്പരപ്പോട് കൂടെ അദ്ദാസ് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വല്ലാഹി ഇന്ന ഹാദൽ കലാം മാ യഖൂലു അഹ്ലി ഹാദിഹിൽ ബിലാദ്, വല്ലാഹി താങ്കൾ ഇപ്പോൾ പറഞ്ഞ താങ്കൾ ആ ഉരുവിട്ട പദങ്ങൾ ഈ നാട്ടുകാരായിട്ടുള്ള ഒരാളും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. താങ്കളുടെ വായിൽ താങ്കൾ ഇപ്പോൾ ഉരുവിട്ട ആ പദം, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് താങ്കൾ പറഞ്ഞ ആ പദം ഈ നാട്ടുകാരെങ്കിലും ഉരുവിടുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ സംസാരം വളരെ കൃത്യമായിട്ട് കാണിച്ചിരുന്ന ഒരു കാര്യം, അദ്ദേഹം ആ നാട്ടുകാരനല്ലെന്ന സംസാരം പറഞ്ഞിരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ പോലെ തന്നെ പ്രതീക്ഷിക്കുന്ന ചോദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ ചോദിച്ചു, അയ്യുൽ ബിലാദ് അൻത യാ അദ്ദാസ് വമാ ദീനുക്, അദ്ദാസ് നീ ഏത് നാട്ടുകാരനാണ്, ഏതാണ് നിന്റെ മതം? ഉടനെ തന്നെ അദ്ദാസ് മറുപടി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഞാൻ നീനവക്കാരനായിട്ടുള്ള ക്രൈസ്തവനാണ്. നീനവ എന്നുള്ളത് അങ്ങ് അറേബ്യക്കപ്പുറം ഇറാഖിലുള്ള ഒരു പട്ടണമാണ്.
അവിടെയുള്ള ഒരു ക്രൈസ്തവനാണ് ഞാനെന്ന് അദ്ദാസ് മറുപടി പറഞ്ഞു. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഓ നീനവ മിൻ ഖറിയത്തി റജുലുൻ സാലിഹ് യൂനുസ് ബിൻ മത്ത, നല്ല മനുഷ്യനായിട്ടുള്ള പുണ്യപുരുഷനായിട്ടുള്ള യൂനുസ് ബിൻ മത്ത, അതായത് യോനാ പ്രവാചകൻ, മത്തായിയുടെ മകൻ യോന, ബൈബിളിൽ അല്ലെ യോനാ പ്രവാചകന്റെ നാട്ടുകാരനാണോ നീ? അത് കേട്ട സന്ദർഭത്തിൽ അദ്ദാസ് അദ്ദേഹം അത്ഭുതത്തോടു കൂടെ ചോദിച്ചു, ഫഖാല ലഹു അദ്ദാസ് വമാ യുദ്രീക മാ യൂനുസ് ബിൻ മത്ത, യൂനുസിനെ താങ്കൾക്ക് എങ്ങനെയാണ് അറിയാം? അറേബ്യയിലുള്ള ഒരാള് അങ്ങ് ഇറാഖിലെ നഗരത്തിലേക്ക് വന്ന ഒരു പ്രവാചകനെ കുറിച്ച് ഒരാൾക്കും അറിയാത്ത വിവരം ഇവിടെ നിന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു കേൾക്കുകയാണ്. അത്ഭുതത്തോടു കൂടെ ചോദിക്കുകയാണ്, എങ്ങനെയാണ് താങ്കൾക്ക് യൂനുസ് ബിൻ മത്തയെ അറിയുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക അഖി കാന നബിയ്യൻ വ അന നബി, അദ്ദേഹം എന്റെ സഹോദരനാണ്, അദ്ദേഹം നബിയാണ്, അദ്ദേഹം പ്രവാചകനാണ്, അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കപ്പെട്ട ഒരു പ്രവാചകനാണ് ഞാൻ. സുബ്ഹാനല്ലാഹ്. ആ ഉദ്ധരണിയുടെ അവസാനത്തിൽ അസ്ലമ അദ്ദാസ്, അത് കേട്ടതോടുകൂടി അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. കാരണം അദ്ദാസ് ഉടനെ തന്നെ വിശ്വസിക്കാണ്. കാരണം ഈ രൂപത്തിലൊരു പ്രവാചകൻ, ആ പ്രവാചകനെ സംബന്ധിച്ച് പറയാൻ തീർച്ചയായിട്ടും അത് പുറത്തുനിന്നുള്ള ഒരു വെളിപാടുള്ള ഒരാൾക്ക് മാത്രമേ അത് പറയാൻ സാധിക്കുള്ളൂ. അദ്ദാസ് മുസ്ലിമായെന്ന് മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാദങ്ങളിലും നെറ്റിയിലെല്ലാം അദ്ദാസ് ചുംബിച്ചു. അതെല്ലാം കണ്ട് ആ തോട്ടത്തിൽ ദൂരെ ഉത്ബയും ഷെയ്ബയും, അവരാണ് പറഞ്ഞയച്ചത് മുന്തിരിയായിട്ട്, അവർ ഈ രംഗങ്ങളെല്ലാം കണ്ട് അത്ഭുതത്തോടു കൂടെ നിൽക്കുകയാണ്. അദ്ദാസ് ഇതേ രൂപത്തിൽ റസൂലുള്ളാഹിനെ ചുംബിക്കുന്ന ആ ഒരു രംഗം കണ്ട സന്ദർഭത്തിൽ ഉത്ബ അദ്ദേഹം ഷെയ്ബയോട് പറഞ്ഞു, ഓ നിന്റെ ഭൃത്യനും പിഴച്ചുപോയി, ആ പറഞ്ഞയച്ച് നിന്റെ ഭൃത്യനും അവസാനം പിഴച്ചു പോയല്ലോ. അത് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയതിനു ശേഷം അദ്ദാസ് തിരിച്ചു വന്ന ഉടനെ തന്നെ ആ യജമാനന്മാർ അവർ കോപത്തോട് കൂടെ ചോദിച്ചു, വൈഹക് യാ അദ്ദാസ് നിനക്ക് നാശം, നീ എന്താണ് അവിടെ പോയി കാണിച്ചത്? നിന്നെ ഏൽപ്പിച്ച പണി നിനക്ക് ചെയ്തു പോന്നാ പോരാ, മുന്തിരി കൊടുത്ത് പോന്നാ പോരാ, നീ എന്തിനാണ് അദ്ദേഹത്തിന്റെ നെറ്റിയിലും കാൽപാദങ്ങളിലെല്ലാം ചുംബിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദാസ് പറഞ്ഞു, ഓ യജമാനന്മാരെ, നിങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ ഭൂമിയിൽ അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ള ഒരു മനുഷ്യനില്ല. കാരണം ഒരു പ്രവാചകന് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത്. ഉടനെ തന്നെ അവർക്ക് മനസ്സിലായി, അവർ കരുതിയതുപോലെ തന്നെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, അദ്ദാസ് നീ പഠിച്ചു, നീ പിന്തുടരുന്ന നിന്റെ മതം ക്രിസ്തു മതം, അതാണ് ഏറ്റവും നല്ല മതം, അത് നീ വെറുതെ ഉപേക്ഷിക്കേണ്ടതില്ല. മുഹമ്മദ് ജാലബിത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ രൂപത്തിൽ പലതും അവർ അദ്ദാസിനോട് പറഞ്ഞു എന്നുള്ള. പക്ഷെ അവരുടെ ഉപദേശമൊന്നും അദ്ദാസ് സ്വീകരിച്ചില്ല. കാരണം അത്രയേറെ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടു എന്നുള്ള. പിന്നീട് നമ്മൾ അദ്ദാസിന്റെ ചരിത്രം പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അദ്ദാസിനെ ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഈ യജമാന ഉത്ബയും ഷെയ്ബയും അദ്ദേഹത്തെ ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവർ നിർബന്ധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഖുറൈശികൾ ആ സന്ദർഭത്തിൽ പലരെയും നിർബന്ധപൂർവ്വമാണ് ബദർ യുദ്ധത്തിന് കൊണ്ടുവന്നത്. അദ്ദേഹം യജമാനന്മാരുടെ ആ ക്ഷണം നിരസിച്ചു എന്നുള്ള. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, നിങ്ങൾ യുദ്ധത്തിന് പോകുന്നത് അന്ന് ഞാൻ കണ്ട മനുഷ്യനുമായിട്ടാണെങ്കിൽ ഇവിടെയുള്ള പർവ്വതങ്ങൾക്ക് പോലും അദ്ദേഹത്തെ ഒരു ഉപദ്രവം അദ്ദേഹത്തിന് ഏർപ്പെടുത്താൻ കഴിയില്ല, അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹവുമായിട്ട് പോരടിക്കാൻ ഞാൻ വരില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം യജമാന്മാരുടെ ക്ഷണം നിരസിച്ചുകൊണ്ട് അവിടെ നിന്നു. പക്ഷേ നമുക്കറിയാം, ബദർ യുദ്ധത്തിൽ ഈ ഉത്ബയും ഷെയ്ബയും അവർ ബദർ യുദ്ധത്തിൽ അവിടെ വെച്ചുകൊണ്ട് മരണപ്പെടുകയും ചെയ്തു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ഇതാണ് അദ്ദാസുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെട്ട കഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പോലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള വാക്ക് ഉരുവിട്ടുകൊണ്ടാണ് റസൂലുള്ളാഹി ഭക്ഷണം കഴിക്കുന്നത്. ചിന്തിച്ചോ, ആ ഒരൊറ്റ പദമാണ് അദ്ദാസിനെ ഇസ്ലാമിലേക്ക് എത്തിച്ചത്. അതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും ഏതൊരു കഠിന സാഹചര്യത്തിലും ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്നത് അത് ഗുണം മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരൂ എന്നുള്ള. എന്ത് കാരണമാണ് ഒരാൾക്ക് ഹിദായത്ത് നൽകുന്നതെന്ന് നമുക്കറിയില്ല. എല്ലാ സന്ദർഭത്തിലും ഏതൊരു കഠിന സാഹചര്യത്തിലും ഇസ്ലാമിനെ നമ്മൾ മുറുകെ പിടിക്കുക എന്നുള്ളത്. അപ്പൊ അദ്ദാസ് അവിടെ വെച്ചുകൊണ്ട് തിരികെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ച് അവിടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ പിന്നീട് എന്ത് സംഭവിച്ചെന്ന് സ്വഹീഹ് ബുഖാരിയിലുള്ള ഹദീസ് തുടരുകയാണ്. ആ സന്ദർഭത്തിൽ ആകാശത്തിൽ വലിയ മേഘക്കൂട്ടം പ്രത്യക്ഷപ്പെടുകയാണ്. ആ മേഘക്കൂട്ടം പ്രത്യക്ഷപ്പെടുക മാത്രമല്ല, അത് ആ കൊടും ചൂടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തണൽ നൽകുകയും ചെയ്തു. സ്വഹീഹ് ബുഖാരിയുള്ള ഹദീസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്റെ തലക്ക് മീതെ വലിയൊരു മേഘക്കൂട്ടം പ്രത്യക്ഷപ്പെട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തി ആ മേഘത്തിലേക്ക് നോക്കി. ഫനദറത് ഫഇദാ ഫിഹാ ജിബ്രീൽ, അതിലേക്ക് നോക്കിയ സന്ദർഭത്തിൽ ആ മേഘത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഫനാദാനി ഫഖാല, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് സമിഅ ഖൗല ഖൗമിക ലക, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളുടെ നാട്ടുകാരോട് പറഞ്ഞതും അവരുടെ മറുപടി അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടിട്ടുണ്ട്. താങ്കളുടെ ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടിട്ടുണ്ട്. അത് കാരണം ഫഖദ് ബഅസല്ലാഹു ഇലൈക മലക്കൽ ജിബാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന കേട്ടത് കാരണം എന്നെ താങ്കളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഞാൻ മാത്രമല്ല വന്നത്, എന്റെ കൂടെ ഈ ഒരു സന്ദർഭത്തിൽ മലക്കുൽ ജിബാൽ, പർവ്വതങ്ങൾ, ഭൂമിയിലുള്ള പർവ്വതങ്ങളുടെ ചുമതല വഹിക്കുന്ന ആ മാലാഖയും എന്റെ സമീപത്തുണ്ട്. ലിതഅ്മുറുഹു ബിമാ ശിഅത ഫീഹിം, താങ്കൾക്ക് എന്താണോ അവരെ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് കൽപ്പിച്ചാൽ മാത്രം മതി, അത് തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്യുമെന്നുള്ള. സുബ്ഹാനല്ലാഹ്. അത് പറഞ്ഞ ഉടനെ തന്നെ ആ മാലാഖ, അതായത് പർവ്വതങ്ങളുടെ ചുമതലയുള്ള മാലാഖ, ഫസല്ലമ അലയ്യ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം സലാം ചൊല്ലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കിയതിനു ശേഷം ആ മലക്കുൽ ജിബാൽ റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ മുഹമ്മദ് ഇൻ ശിഅത അൻ അത്ബിഖ അലൈഹിം അൽ അഖ്ശബൈൻ, ഓ പ്രവാചകരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പക്ഷം മക്കക്കും ത്വാഇഫിനും ഇടയിലുള്ള ഈ രണ്ട് പർവ്വതങ്ങൾ അവർക്ക് മീതെ, അതായത് അവർക്ക് മീതെ, താങ്കൾ ഈ രൂപത്തിൽ നിഷേധിക്കപ്പെട്ട, ആട്ടിയോടിക്കപ്പെട്ട ആ ജനതയ്ക്ക് മീതെ അവരെ മുഴുവൻ തകർത്തെറിയും വിധം ഈ രണ്ട് മലകളെ ഞാൻ കൂട്ടിയിടിപ്പിച്ച് അവരെ മുഴുവൻ നശിപ്പിക്കാം. ജസ്റ്റ് ഒരു ഓർഡർ മാത്രം മതി. സുബ്ഹാനല്ലാഹ്.
മലക്കുൽ ജിബാലിന്റെ ആ സംസാരത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ആലമീനായിട്ടുള്ള പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, അത് വേണ്ട. ബൽ അർജു അൻ യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅ്ബുദുല്ലാഹ വഹ്ദഹു ലാ യുശ്രികു ബിഹി ശൈഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിനെയും പങ്കു ചേർക്കാതെ അവന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ഒരു വിഭാഗം അവരുടെ സന്താന പരമ്പരയിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവരെ നശിപ്പിക്കേണ്ടതില്ല. അവർ ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു ജനത ഇതേ രൂപത്തിൽ ധിക്കാരം കാണിച്ചാലും ഒരുപക്ഷെ അവരുടെ അടുത്ത തലമുറ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കുന്ന ഒരു ജനതയായിട്ട് മാറിയേക്കാം. ലഖദ് ഖാന ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായിട്ടും ആ പ്രവാചകനിൽ നമുക്കെല്ലാം ഉത്തമമായിട്ടുള്ള മാതൃകയുണ്ട്.